യുവതിയുടെ പരാതിയിൽ റിയാലിറ്റി ഷോ താരമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഓഡിയോ ചാറ്റുകൾ പുറത്ത്. ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ചാറ്റിൽ വളരെ വ്യക്തമാണ്. ആദ്യമ ശബ്ദത്തില് എന്നോട് വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം, മറ്റേത് കിട്ടാണെങ്കിൽ അയക്കട്ടെ. എനിക്ക് ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാമല്ലോ. ഞാനാകെ പെട്ടിക്കടി, എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്പോൾ 30,000 രൂപയ്ക്ക് പണി തീർക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഇന്ന് പോടി കിടന്ന് കൊഞ്ചാതെ എന്നെ വരില്ല എന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എൻ്റെ മരണം വരെ, ഞാൻ നിൻ്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തില്ല. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. 65 ലക്ഷം രൂപ ഷിയാസ് കബളിപ്പിച്ച് തട്ടിയെടുത്തെന്നാണ് യുവതിയുടെ പരാതി. പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ടായിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിൻ ചെയ്തു. വിപിൻ, അക്കൗണ്ടിൽ വേണ്ട, നേരിട്ട് മതി എന്നുള്ളത് പിന്നീട് തെളിവാകുമെന്ന ആശങ്കയിലാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. എന്താണ് കേസിന്റെ അപ്ഡേറ്റുകൾ? ഓരോ തെളിവായി പുറത്തേക്ക് വരുന്നു. ഷിയാസിന്റെ മുഖം മൂടി പതിയെ പൊളിയുന്നു. എന്താണ് കേസിന്റെ അപ്ഡേറ്റ്? നിലവിൽ ഷിയാസ് എവിടെയാണ്? ഷിയാസ് കരീമിനെതിരെ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ഓഡിയോകൾ പുറത്തു വരുന്നത്. കാരണം ഇവർ തമ്മിലുള്ള ഈ യുവതിയുമായി നടത്തിയിട്ടുള്ള ഓഡിയോ ചാറ്റുകൾ എന്ന പേരിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതിന്റെ പ്രാഥമികമായി തന്നെ ഇതിൽ മനസ്സിലാവുന്നത് വലിയ ഒരു തുക തന്നെ ഷിയാസ് ഈ യുവതിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ പരാതിയും അത് തന്നെയായിരുന്നു. അതായത് ഈ ജിമ്മിന്റെ നവീകരണത്തിനായി 65 ലക്ഷം രൂപ കൈപ്പറ്റി തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അത് തിരിച്ചു ചോദിച്ച സമയത്താണ് ഇത്തരത്തിൽ നഗ്ന വീഡിയോ പുറത്തുവിടും എന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ഒരു ഓഡിയോയിൽ പൂർണ്ണമായിട്ടും അത് ശരിവെക്കുന്നതാണ്. കാരണം അത്രത്തോളം ഫണ്ടാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതിൽ ഈ ജിമ്മിന്റെ കാര്യം പറയുന്നുണ്ട്. അതല്ലാതെ മഹർ വാങ്ങാൻ വേണ്ടി 10 ലക്ഷം രൂപ സുഹൃത്തിനോട് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഫണ്ട് തരൂ എന്നുള്ള നിലയ്ക്കാണ് മുഴുവനായിട്ടും ഈ സംസാരം പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രണയിച്ച് പിന്നീട് വഞ്ചിച്ചു എന്നുള്ളത് കൂടി ഈ പെൺകുട്ടിയുടെ ഒരു പരാതിയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിനക്ക് ഞാൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രണയത്തിന്റെ സ്വഭാവത്തിൽ സംസാരിക്കുന്നത് കൂടി ഈ ഒരു ചാറ്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തെളിവുകളായിട്ട് പെൺകുട്ടി പരാതിക്കൊപ്പം തന്നെ പോലീസിനെ കൈമാറിയിരുന്നത്. അതെല്ലാം തന്നെ പരിശോധിച്ച പ്രാഥമികമായി ഇതിൽ കഴമ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് പാലാരിവട്ടം പോലീസിന്റെ ആദ്യ നടപടി ഉണ്ടായത്. പിന്നീട് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. അതുകൊണ്ട് തന്നെ കേസ് ഇത് കോഴിക്കോട്ടിലേക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഷിയാസിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ. ഞാനും എന്റെ മരണം വരെ നീയും ഉണ്ടാകുമെന്ന് പറഞ്ഞ ഷിയാസ് ഒരു കേസായതിന് പിന്നാലെ തന്നെ യുവതിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും കേസ് കോഴിക്കോടാണ് സംഭവം. കോഴിക്കോട് പോലീസിന് കേസ് കൈമാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.